പശ്ചിമേഷ്യൻ സംഘർഷം ഇറാന്റെയും ഇസ്രയേലിന്റെയും അതിർത്തികൾ ഭേദിച്ച് ഗൾഫ് മേഖലയാകെ വ്യാപിക്കുകയാണ്. ദുബായിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി നടന്ന മിസൈൽ ആക്രമണവും അതിനെ തുടർന്നുണ്ടായ വൻ സ്ഫോടനവുമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക താവളങ്ങളിലൊന്നായ ഇവിടെ ഉണ്ടായ പൊട്ടിത്തെറി കേവലം ഒരു ആക്രമണമല്ല, മറിച്ച് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കടന്നുകയറ്റത്തിന് ഇറാൻ നൽകുന്ന കനത്ത താക്കീത് കൂടിയാണ്. ദുബായ് അധികൃതർ ആക്രമണത്തെ ഇന്റർസെപ്റ്റ് ചെയ്തതായും കാര്യമായ നാശനഷ്ടങ്ങൾ ഇല്ലെന്നും അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിമാനത്താവളത്തിന് ചുറ്റും വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വട്ടമിട്ടു പറക്കുന്ന കാഴ്ചകൾ അതീവ ഗുരുതരമായ സാഹചര്യമാണ് വെളിപ്പെടുത്തുന്നത്. പ്രിൻസ് സുൽത്താൻ എയർബേസിലെ തീപിടുത്തവും പൊട്ടിത്തെറിയും ഗൾഫ് രാജ്യങ്ങളിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ വലിയ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ വ്യോമാക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നും ടെഹ്റാൻ നഗരത്തിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാന്റെ ആയുധ ശേഖരത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ലോകരാജ്യങ്ങൾക്കില്ലെന്നത് ശത്രുക്കളെ വിയർപ്പിക്കുന്നുണ്ട്. മൊസാദും CIA നൽകുന്ന കണക്കുകൂട്ടലുകൾക്കപ്പുറമാണ് ഇറാന്റെ തിരിച്ചടിക്കാനുള്ള ശേഷിയെന്ന് സംഘർഷം തുടങ്ങി 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ദിവസവും അവർ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇറാൻ ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിട്ടൂരം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ടെൽ അവീവിനും ജെറുസലേമിനും നേരെ ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രയേലിലെ പല നഗരങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായാണ് സൂചന. ഇറാനിൽ മരണസംഖ്യ 1332 ഉയർന്നിരിക്കുന്നു. യുദ്ധം മുറുകുമ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന 10,000-കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അവസ്ഥ അതീവ ദയനീയമാണ്. ടെഹ്റാനിലും കോമിലുമായി കഴിയുന്ന ഇവരിൽ ഭൂരിഭാഗവും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരാണ്. നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പലരും അത് അവഗണിക്കുകയായിരുന്നു. ഇപ്പോൾ യുക്രൈൻ യുദ്ധകാലത്തെ ഓപ്പറേഷന് സമാനമായ രീതിയിൽ ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമകരമായ നീക്കങ്ങൾക്കാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഗൾഫ് രാജ്യങ്ങളിലാകെ ഏതാണ്ട് 1 കോടിയോളം ഇന്ത്യക്കാർ ഉണ്ടെന്നത് നമ്മുടെ നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ദോഹയിലെ ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ളവർ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ച് പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നെട്ടോട്ടമോടുകയാണ്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിന് അതിശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നത്. $15 കോടി ആയുധങ്ങൾ അടിയന്തിരമായി ഇസ്രയേലിന് വിൽക്കാൻ അമേരിക്ക അനുമതി നൽകി കഴിഞ്ഞു. നിയമപരമായ നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ ആയുധ കച്ചവടം നടക്കുന്നത്. ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള യുദ്ധസന്നാഹങ്ങളും കടലിലും കരയിലുമായി അമേരിക്ക ഒരുക്കി കഴിഞ്ഞു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കടലിൽ വിന്യസിച്ചുകൊണ്ട് ഏതു നിമിഷവും ഇറാനെ പൂർണ്ണമായും നിശബ്ദമാക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത്. എങ്കിലും ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയ്ക്കൊപ്പം ചേർത്തു നിർത്തി ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിന് ഇറാന്റെ ദുബായ് ആക്രമണം ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നീക്കം ലോക സാമ്പത്തിക ക്രമത്തെയും വിമാന സർവീസുകളെയും പാടെ തകർത്തിരിക്കുകയാണ്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദുബായ് അതോറിറ്റീസ് ആശങ്ക വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ അനുമതി നൽകാത്തത് സാഹചര്യം അത്ര സുരക്ഷിതമല്ലെന്നതിന്റെ സൂചനയാണ്. ഇസ്രയേലിന്റെ അതിശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് പോലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇറാന്റെ ചടുലമായ സൈനിക നീക്കങ്ങൾ. പശ്ചിമേഷ്യ ഒരു വലിയ ചതിക്കുഴിയിലേക്കാണ് യഥാർത്ഥത്തിൽ നീങ്ങുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഹങ്കാരത്തിനുമേൽ ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ മിസൈലും പ്രവാസി ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്തിനുമാണ് ഭീഷണിയാവുന്നത്. കീഴടങ്ങാൻ തയ്യാറല്ലാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യവും തകർക്കാൻ ഉറച്ചു നിൽക്കുന്ന ട്രംപിന്റെ ശാഠ്യവും പശ്ചിമേഷ്യയെ ചുട്ടുചാമ്പലാക്കുമോ എന്ന ഭീതിയിലാണ് ലോകമുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു യുദ്ധവാർത്തയല്ല, മറിച്ച് മറുനാട്ടിൽ വിയർപ്പൊഴുക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നം കൂടിയാണ്. യുദ്ധം അവസാനിക്കണമെങ്കിൽ ആയുധങ്ങൾക്കുമപ്പുറം മാനുഷികമായ ഇടപെടലുകൾ അനിവാര്യമാണ്. അല്ലാത്തപക്ഷം ഈ തീ പടരുന്നത് ലോകത്തിന്റെ തന്നെ സമാധാനത്തിലേക്കായിരിക്കും. പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആധുനിക യുദ്ധങ്ങളിൽ വിജയികളില്ല, മറിച്ച് തോറ്റുപോകാറുള്ളത് മനുഷ്യത്വമാണെന്ന് മാത്രമാണ്.